അപ്പോൾ നമസ്കാരം. തമ്പനയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ട്രൂഡോ എന്ന വൻമരം വീണിരിക്കുകയാണ്. അപ്പോൾ 9 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് ട്രൂഡോ ലിറ്ററലി നാണം കെട്ട് പരിപാടി കിരീടവും ചെങ്കോലും ഒക്കെ താഴെ വെച്ചിട്ട് ഞാനെന്ന് അങ്ങോട്ട് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഇറങ്ങിക്കോണം. ഒരുപാട് കാര്യങ്ങൾ ഈ 9 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ട് എനിക്കെടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ വഷളാകാൻ ട്രൂഡോ ഒരു കാരണമായി എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത്യാവശ്യം ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ഇന്ത്യ. അതിൻ്റെ ഒരു ഇൻഡെപ്ത് ഫൈനാൻഷ്യൽ അനാലിസിസിലേക്ക് പോകാനുള്ള ആളൊന്നുമല്ല ഞാൻ. എന്തായാലും നമ്മളുടെ ഒരു ബേസിക് നോളജ് വെച്ചിട്ട് ഞാൻ പറയുവാണെങ്കിൽ, ഞാനൊരു 15 വർഷം മുമ്പ് ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 14 വർഷം കഴിഞ്ഞ് 15ാമത്തെ വർഷമായി, ഞാൻ 2010 ഇവിടെ വരുന്ന സമയത്ത് ഉള്ള ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. എടാ എന്ന് ചോദിച്ചാൽ ആരടാ എന്ന് ചോദിക്കാനുള്ള നല്ല ധൈര്യമുള്ളൊരു ഇന്ത്യ തന്നെയാണ് ഇന്നത്തെ ഇന്ത്യ. എനിവേ, അങ്ങനെയുള്ള ഒരു ഇന്ത്യയുടെ അടുത്ത് പോയിട്ടാണ് വെറുതെ വട്ടി കൊടുത്ത് അടി മേടിച്ചിട്ട് ടൂറും കൂടെ പോകുന്നത്. അപ്പോൾ അതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇവിടെയുള്ള തലക്കെട്ടുകാരായ ഈ സിഖുകാരെ, ഈ കാലിസ്ഥാനികൾ എന്ന് പറഞ്ഞു നടക്കുന്ന ഈ കാലികളെ പ്രീണിപ്പെടുത്തണം. കാരണം അവരുടെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് ട്രൂഡോവിൻ്റെ ലിബറൽ പാർട്ടി പാർലമെന്റിൽ കഴിച്ചു തൂങ്ങി കിടന്ന് പോകുന്നത്. ഈ ട്രൂഡോ എന്നുള്ള ഈ വൻമരം എന്ന് പറയുന്നത് ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ചെറിയൊരു മരം, എന്തായാലും ഉണക്കമരം, എന്തെങ്കിലും ആവട്ടെ, ആ മരം ഓടിച്ചിരിക്കുകയാണ്. പുള്ളി ഇപ്പം നിലവിൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടില്ല. പുള്ളി പാർട്ടിയുടെ പ്രധാന സ്ഥാനമുണ്ടല്ലോ, അതായത് പാർട്ടി പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാനം, ആ സ്ഥാനം മാത്രമേ രാജിവെച്ചിട്ടുള്ളൂ. അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഒരു നേതാവായിട്ട് ഇനി ആര് വരുന്നോ മാർച്ചിലാണ് അതിൻ്റെ ആളെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ വരുന്ന ആൾ ആയിരിക്കും അടുത്ത പ്രധാനമന്ത്രി. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇരിപ്പ്. പുള്ളി നല്ലൊരു രീതിയിൽ പണിതിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അതായത് പാർട്ടി പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് ലിറ്ററലി നമുക്ക് ഇനിയിപ്പോൾ പ്രധാനമന്ത്രി അല്ല പുള്ളി എന്ന് തന്നെ പറയാം. കാരണം പുള്ളി ഒരു ഡെമ്മിയാണ്, പുള്ളിക്ക് വലിയ പവറൊന്നുമില്ല. അപ്പോൾ പുള്ളി സംഭവം ഇട്ടിട്ട് പോയേക്കുന്നത് നല്ല രീതിയിൽ കുഴിച്ച് കുളം തോണ്ടി ആ കുളത്തിലുള്ള മീനെയും പിടിച്ച് പൊരിച്ച് തിന്നിട്ടാണ് പുള്ളി പരിപാടി നിർത്തിയേക്കുന്നത്. ആവശ്യത്തിൽ കവിഞ്ഞ ഒരു ഇമിഗ്രേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു പുള്ളിയുടെയും പുള്ളിയുടെ പാർട്ടിയുടെയും. അത് ഈ പാർട്ടിയുടെ പേര് പറയുന്ന പോലെ തന്നെ ലിബറൽ എന്ന് പറഞ്ഞാൽ എല്ലാം ലിബറൽ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ട് അതിര് വിട്ട പോളിസികൾ, അതായത് അതിർത്തി കാത്തു സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെയാണല്ലോ അതിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ആ രാജ്യത്തുള്ളവരുടെയും ആ രാജ്യത്തിൻ്റെ ഇനിയുള്ള പുരോഗതിയുടെ ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഈ ട്രൂഡോ എന്ന് പറയുന്ന മഹാനുഭാവന് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ 9 വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പുള്ളി എവിടെ, ഏത് പഞ്ചായത്തിൽ, ഏത് നാട്ടിൽ, ഏത് ലോകത്തെ എവിടെ ഒരു റെഫ്യൂജി ഉണ്ടോ അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസ് വന്നാലും പുള്ളി വണ്ടിയും വിളിച്ച് അവിടെയുള്ള എല്ലാവരെയും കൂടി കയറ്റിക്കൊണ്ട് വരുന്ന ഒരു മനോഭാവമായിരുന്നു. റെഫ്യൂജികൾക്കെതിരെ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ രാജ്യത്തിനും ഒരു പ്രസ്ഥാനത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് ഒരു അതിഥിയെ കൊണ്ടുവരുമ്പോഴത്തോട്ടും ആ വീട്ടുകാർ പട്ടിണി കിടക്കുമ്പോൾ ആ അതിഥിനെ കൊണ്ടുവന്നിട്ട് അവിടെ ബിരിയാണി മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം കുഴപ്പമില്ല, മൂന്നാമത്തെ ദിവസവും ഈ വന്നേക്കുന്ന അതിഥിക്ക് ബിരിയാണി കൊടുക്കുന്നു, എന്നാൽ അതിൻ്റെ കൂടെ കിട്ടിയ അച്ചാറോ സലാഡോ പോലും ആ വീട്ടിലുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവർ പതുക്കെ തിരിയും. ഇവർക്കെതിരെ തിരിയും. ആർക്കെതിരെ? റെഫ്യൂജികൾക്കെതിരെ തിരിയും, അല്ലെങ്കിൽ പറഞ്ഞ അതിഥിക്കെതിരെ തിരിയും, കൊണ്ടുവന്ന ആതിഥേയനെതിരെ തിരിയും, എല്ലാവർക്കെതിരെ തിരിയും. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാനഡയിൽ ഇപ്പോൾ ഉള്ളത്. കാനഡ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കാനഡയിലോട്ട് അതിരുകവിഞ്ഞ, അതായത് ഓവറായിട്ടുള്ള, അതായത് വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്, വിത്തൗട്ട് എനി പാരാമീറ്റേഴ്സ് ഇൻ പ്ലേസ് കൊണ്ടുവന്നിരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് തുടങ്ങിയത് ഈ ലിബറൽ പാർട്ടി അല്ല. ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് 2010 വരുമ്പോൾ ഭരിച്ചുകൊണ്ടിരുന്നത് കൺസർവേറ്റീവ് എന്ന് പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ കാലത്ത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ട്. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊണ്ടുവരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം പെരുകി വന്നപ്പോൾ ഉള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് താമസിക്കാനുള്ള താമസ സൗകര്യങ്ങളോ, ഈ വരുന്നവർ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന്, ഞാൻ ഇന്ത്യയുടെ അടുത്ത് പറയുകയാണ്, ഇന്ത്യയിൽ നിന്ന് എന്നെ പോലെ വന്ന, അല്ലെങ്കിൽ ഞാൻ വന്ന സമയത്ത് ഞാൻ വന്ന കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പുറത്തെ വീട്ടിലുള്ള സ്റ്റുഡൻറ്റ് വന്നതോ അല്ലെങ്കിൽ എന്നെക്കാൾ മുമ്പ് വന്നതോ അതിന് ശേഷം വന്ന സ്റ്റുഡൻസോ എന്തുകൊണ്ട് അവരുടെ മോട്ടീവ് എന്തായിരുന്നു, അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ജനറലി സ്പീക്കിംഗ് ഞാൻ വന്ന സമയത്ത് സ്റ്റുഡൻറ്റ് വിസയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് എങ്ങനെയെങ്കിലും വന്ന് കിട്ടി കഴിഞ്ഞാൽ എന്തെങ്കിലും അണ്ടർ ദ ടേബിളോ ഓവർ ദ ടേബിളോ എന്തെങ്കിലും പണിയെടുത്ത് 4 കാശുണ്ടാക്കി വീട്ടിലേക്ക് അയക്കാം, വീട്ടുകാർ രക്ഷപ്പെടും, നമ്മുടെ ഒരു അവസ്ഥ ഒന്ന് മെച്ചപ്പെട്ട് കിട്ടും, പിന്നെ ജനറലി സ്പീക്കിംഗ് പതുക്കെ ഒരു PR-ലോട്ട് മാറും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നത്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാത്ത കാശും കൊടുത്ത് കിടപ്പാടവും പണയപ്പെടുത്തി പഠിച്ച് വന്നിട്ട് ഇവിടുത്തെ ഗൃഹാഖണ്ഡൻ കനേഡിയൻ 2 വർഷത്തെ ഡിപ്ലോമ, ഇവിടുത്തെ ഉള്ളവർക്കും വേണ്ടാത്ത ഡിപ്ലോമ ഞാൻ എൻ്റെ പേരൻ്റെ കൂടെ വാലായി ചേർത്ത് ആ വാലും കൊണ്ട് തിരിച്ച് ഇന്ത്യയിൽ ചെന്ന് എൻ്റെ കനേഡിയൻ ഡിപ്ലോമ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്പനി ചെന്നിട്ട് ജോലി ചോദിക്കാം എന്നുള്ള കൺസെപ്റ്റിലൊന്നും അല്ല ഞാൻ വന്നത്. ഇനി ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴുള്ള ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്. അവരെങ്ങനെ പറയുന്നത്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന സമയത്ത് അവർ പറയുന്ന കാര്യമുണ്ട്, പക്ഷേ അതിലേക്ക് ഞാൻ രണ്ടാമത് വരാം. ആദ്യം ഇത് പറയാം. നിങ്ങൾ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്കിവിടെ PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസിയോ ഈവൻ വർക്ക് പെർമിറ്റോ നിങ്ങൾക്ക് തരാമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾ പഠിക്കാൻ വന്നു, കനേഡിയൻ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം നിങ്ങൾ ഇന്ത്യയിലുള്ള നിങ്ങളുടെ കിടപ്പാടം വിറ്റ്
ലോൺ എടുത്ത് നിങ്ങൾ കനേഡിയൻ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം അത്രയ്ക്ക് ത്വരയോടുകൂടി നിങ്ങൾ അവിടുന്ന് പ്ലെയിൻ പിടിച്ച് ഇവിടെ വന്നു. ആദ്യമായിട്ട് പ്ലെയിനിൽ കയറാൻ ചിലപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടി ആയിരിക്കും, എങ്കിൽ പോലും നിങ്ങൾ പ്ലെയിൻ പിടിച്ച് വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങൾ 2 വർഷത്തെ കോഴ്സ് ഇരുന്ന് കുത്തി മറിഞ്ഞിരുന്ന് പഠിക്കുന്നു. വളരെ സ്കെപ്റ്റിക്കലായിട്ടും വളരെ അനലിറ്റിക്കലായിട്ടും വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തും എല്ലാം പേപ്പറുകളും എല്ലാം നോക്കുന്ന ടീച്ചേഴ്സിൻ്റെയും ഇൻസ്ട്രക്ടേഴ്സിൻ്റെയും ഇടയിലൂടെ നിങ്ങൾ പറന്ന് നിങ്ങൾ ഫ്ലൈയിങ് കളേഴ്സിൽ നിങ്ങൾ കോഴ്സ് പഠിച്ച് നിങ്ങൾക്ക് സപ്പറേറ്റ് ടിക്കറ്റ് അടിച്ച് കൈ കിട്ടി. 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ കോൺവൊക്കേഷൻ്റെ കറുത്ത തൊപ്പിയൊക്കെ മുകളിലേക്ക് കഴിഞ്ഞ് ചാടി മറിഞ്ഞ് നിങ്ങൾ കോൺവൊക്കേഷൻ എല്ലാം കഴിഞ്ഞ് നിങ്ങൾ സൂപ്പറായി നിങ്ങൾക്കൊരു സംഭവം കിട്ടി. നിങ്ങളുടെ പേരിൻ്റെ കൂടെ ചേരുവാണ് ആ സംഭവം. അത് നിങ്ങളുടെ പേരിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ല ഇവിടുത്തെ കോളേജുകളിൽ നിന്ന് കിട്ടുന്നത്. അത് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ചിരിക്കും. എങ്കിലും എനിക്ക് കിട്ടിയ വാലൊന്ന് കൂട്ടിക്കോ. ഞാൻ എടുത്ത DSW, എൻ്റെ പേരിൻ്റെ നേരെ ഞാൻ DSW എന്ന് വെക്കുകയാണ്. അങ്ങനെ വെക്കാൻ പറ്റില്ല, കാരണം അങ്ങനെ വെക്കാൻ സ്കോപ്പുള്ളതാണൊന്നുമില്ല. എന്നാലും വെച്ചു കൂട്ടിക്കോ. അങ്ങനെ നിങ്ങൾ വെച്ചാൽ മതി എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിനുശേഷം വർക്ക് പെർമിറ്റ് ചില കോഴ്സുകൾക്ക് തരാം, ചില കോഴ്സുകൾക്ക് തരില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള ഒരു കനേഡിയൻ സിറ്റിസണോ ഒരു പെർമനൻറ്റ് റെസിഡൻറ്റോ ഉള്ളവൻ $2,000 കൊടുത്ത് പഠിക്കുന്ന ഓരോ സെമസ്റ്ററിന് $2,000 വെച്ച് 4 സെമസ്റ്ററിന് 4 $8,000 $2,000 പുസ്തകത്തിൽ നിന്ന് കൂട്ടിക്കോ. $10,000 കൊടുത്ത് ഒരു കനേഡിയൻ സ്റ്റുഡൻറ്റ് പഠിക്കുന്ന അതേ കോഴ്സ് നിങ്ങൾ $35,000 കൊടുത്ത് തുടർന്ന് പഠിക്കുന്നു. നിങ്ങൾക്ക് 2 തലയില്ല, ഒരു തലയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 ബ്രെയിനില്ല, 2 ഹാർട്ടില്ല, എല്ലാം സിംഗിളേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയുള്ള സ്റ്റുഡൻറ്റിനും അതേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള സ്റ്റുഡൻറ്റിൻ്റെ പ്രിവിലേജ് വെച്ചിട്ട് അവൻ ഇവിടുത്തെ ഫീസിൽ പഠിക്കുന്നു. നിങ്ങൾ പുറത്ത് വന്നിട്ട് $35,000 പഠിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, കാരണം അതിൻ്റെയൊക്കെ നൂലാമാലകൾ വേറെയാണ്. ഇന്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വന്നവനും ഇവിടെ ഡൊമസ്റ്റിക് സ്റ്റുഡൻറ്റിനും ഒരേ ഫീസിൽ പഠിപ്പിക്കണമെന്ന് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഇത്തരം പൈസ കൊടുത്ത് പഠിക്കാൻ വന്നിട്ട് ഈ പേരിൻ്റെ വാലിൻ്റെ കൂടെ ഈ സുനാപ്പിളി വെക്കാനല്ല എന്നുള്ളത് കനേഡിയൻ ഗവൺമെൻറ്റിനും അറിയാം. അവിടെ നിന്ന് കയറി പോരുന്ന നമ്മുടെ പിള്ളേർക്ക്, നമ്മുടെ കാരണവന്മാർക്കും അറിയാം, നമുക്ക് ലോൺ തരുന്ന നാട്ടിലെ ബാങ്കുകാരനും അറിയാം. എന്തായാലും ഇപ്പം ഇങ്ങനെ കയറി വന്ന് എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിലോട്ട് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് തള്ളിവിടാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ നിന്നുള്ളത് ഒരുപാടില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുന്നത് വെച്ചാൽ എന്തായാലും നേരായ വഴികളിലൂടെ കയറി വരുന്ന ആൾക്കാരേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിക്കുന്ന ആരെ കുറിച്ചാണല്ലേ? ഞാൻ പ്രമുഖ കുന്തം, നമുക്കെന്ത് പേടി, നമ്മുടെ പഞ്ചാബിൽ നിന്ന് വന്ന ആൾക്കാർ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പ്രമുഖ എന്ന് നമ്മുടെ നാട്ടിലെ സ്റ്റൈലായതുകൊണ്ട് ഞാൻ പറഞ്ഞുള്ളൂ. യവന്മാർ ലുധിയാനയിലും ജലന്ധറിലൊക്കെ മറ്റേ വർക്ക്ഷോപ്പിൻ്റെ അകത്തുനിന്ന് വരെ IELTS സർട്ടിഫിക്കറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് IELTSൻ്റെ സാധനം അടിച്ച് 6, 6, 7 ഒക്കെ അടിച്ച് കയറ്റി അവിടെ നിന്ന് ഇവിടെ വരും. വാട്ട്സ് യുവർ നെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I am ഫ്രം പഞ്ചാബ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന മിക്കവന്മാരും ഈ പഞ്ചാബിൽ. അവന്മാരുടെ ഇൻഫ്ലക്സ് ഇവിടെ ഭയങ്കരമായിട്ട് കൂടി. എവിടെ നിങ്ങൾ നോക്കിയാലും ഏത് കോളേജിൽ ചെന്ന് നോക്കിയാലും ഇപ്പം നമ്മുടെ ആൾക്കാരൊന്നും അല്ല, ഇവന്മാർ നിറച്ചുമാണ്. അപ്പോൾ ഇവരെങ്ങനെ കയറി വരുന്നു? ഇവരുടെ നാട്ടിൽ നിന്ന് കയറ്റി വിടുന്ന വിസ ഏജന്റുമാരും ഇനി ഇവിടെ ഗവൺമെൻറ്റിൽ തന്നെയാണെങ്കിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിസയുടെ കാര്യങ്ങൾ നോക്കാൻ അവിടുത്തെ എംബസിയിലും കോൺസുലേറ്റിലും ഇരിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് ഇവന്മാരുടെ ആൾക്കാരൊക്കെ തന്നെ ഒരു പരിധി വരെ ഇരിക്കുന്നത്. ഇവന്മാരെ പേര് കാണുമ്പോഴത്തേക്ക് അപ്പം തന്നെ കമ്മട്ടം അടിച്ച് വിടുവാണ്, കയറിക്കോളാൻ വിഷയമില്ല. കാരണം ഇവിടെ വേറെ ഒരു ആവശ്യമുണ്ട് ഇവരെ കൊണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എവിടെയും ചവർ പോലെ പിള്ളേരായി എന്ന് പറയുമ്പോഴത്തോട്ടും ഈ വരുന്ന പിള്ളേർ എവിടെ പോയി താമസിക്കും? ഞാൻ ഈ പറഞ്ഞ പോലെ വരുന്നവരുടെ മജോറിറ്റിയുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണിയെടുത്ത് 4 കാശുണ്ടാക്കണം, ഈ കോഴ്സ് എങ്ങനെയും തീർക്കണം, എങ്ങനെയും വർക്ക് പെർമിറ്റിലേക്ക് പോകണം, അതൊരു PR ആക്കി മാറ്റണം എന്നുള്ളതൊക്കെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടിയാണ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ $1 50 കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവരെ കൊണ്ട് താമസിക്കാൻ സ്ഥലമില്ല. ഒരു ബേസ്മെൻറ്റിലേക്ക്, അതായത് ഈ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലോ, ഇവിടെയുള്ള വീടുകളുടെ അടിയിലുള്ള ഭാഗമാണ് ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 2 ബെഡ്റൂമുള്ള ബേസ്മെൻറ്റും ഒരു ബാത്റൂമുള്ള ബേസ്മെൻറ്റുകളിൽ 10 പിള്ളേർ വരെയൊക്കെയാണ് കിടക്കുന്നത്. അതൊരു മുറിയിൽ 5 എണ്ണത്തിനൊക്കെയാണ് അടക്കിയേക്കുന്നത്. കാരണം എന്താ? വേറെ സ്ഥലമില്ല, റോട്ടിൽ പോയി കിടക്കാൻ പറ്റില്ലല്ലോ. എന്ത് പൈസ കൊടുത്തും ഇതിന് തയ്യാറായിട്ട് പിള്ളേർ റെഡിയാണ്. ഇവരെ മുതലെടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് കയറി വന്ന് ഇപ്പോൾ വലിയ അമ്മാച്ചന്മാരായ അച്ചായന്മാരും ഗടാഗടിയന്മാരും മറ്റവരും അങ്ങനത്തെ ഇവന്മാരൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ ഇതൊക്കെ നല്ല ചാകരയായിട്ട് കണ്ടു. നല്ല ചാകര വരുമ്പോഴത്തേക്കും മറ്റേ ഈ കടൽ തീരത്ത് മറ്റേ വലിയ കിളികളൊക്കെ വരില്ല, ഒരുപാട് കാകൂന്നും പറഞ്ഞുകൊണ്ട് നല്ല കിട്ടറൊക്കെ കൊത്തി പറക്കാനായിട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറേ ടീമുകൾ മുതലെടുക്കാനായിട്ട് ഈ കൂട്ടത്തിൽ കുറേ എണ്ണം വന്ന് ഇവന്മാരെങ്കിൽ പൊക്കാൻ തുടങ്ങി പിള്ളേരെ. ഡയറിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കഥകൾ ഇഷ്ടംപോലെ കേൾക്കാത്തോ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവന്മാരെ എവിടെയെങ്കിലും ഒരു മക്കടാച്ചി ഒരു തട്ടിക്കൂട്ട് വീടൊക്കെ അങ്ങ് എടുക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ള രീതിയിൽ. അത് അത്യാവശ്യം ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഉള്ള തുളകളൊക്കെ നമ്മുടെ ഈ പറക്കുന്തലേ സിനിമയിൽ ബസ് വരുമ്പോൾ കൊച്ചു തുളകൾ കൊച്ചു പൂക്കളൊക്കെ വെച്ച് അടച്ചാൽ മതി എന്ന് പറയണല്ലേ കല്യാണത്തിൻ്റെ ഓട്ടം പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പിള്ളേർ നാട്ടിൻ്റെ എന്ന് പറഞ്ഞവരല്ലേ അവരെങ്ങനെയും കിടന്നോളെന്ന് പറഞ്ഞ് അത്യാവശ്യം ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് മിനുക്കി ഉള്ള വൃത്തിയൊക്കെ ഒന്ന് കാണാത്ത രീതിയിലാക്കി അവിടെ പിള്ളേരെ ചാളടക്കിയവരെയും അടക്കി കയ്യിൽ നിന്ന് കാശ് മാസം $500-600 വെച്ച് ഒരു ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന ബങ്ക് ബെഡില്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ധ്യാനത്തിന് പോകാറില്ലല്ലോ. ഈ ബങ്ക് ബെഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, 2-3 ലെയറൊക്കെ ആയിട്ടുള്ള ബെഡ്, ഇങ്ങനെ ഒരു സൈഡിൽ ഏണി ഉണ്ടാവും. ഹോസ്റ്റലിലൊക്കെ കിടന്നവർക്കാണെങ്കിൽ അറിയാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ ഒരു ബെഡിൽ തലവെക്കുന്നതിന് മാത്രമാണ്. അതിനകത്ത് തലവെക്കാനായിട്ട് ആ കൊച്ചു വരുന്നത്, ഈ സ്റ്റുഡൻറ്റ് വരുന്നത് ചിലപ്പോൾ ഒരു ദിവസത്തിൽ 1 മണിക്കൂറൊക്കെ ആയിരിക്കും. കാരണം ബാക്കി സമയത്ത് കോളേജിലും പണിയായിരിക്കും. ഈ 1 മണിക്കൂറിലേക്ക് ആയിരിക്കും ചിലപ്പോൾ വന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു മാസത്തേക്ക് $600 മേടിക്കുന്നത്. 600 എന്നൊക്കെ എനിക്ക് തോന്നുന്നു, ഇപ്പോഴത്തെ ദൈവത്തിനെ എത്രയാണെന്നുള്ളത്. ഇങ്ങനെ ആ റൂമിൽ ചിലപ്പോൾ ഒരു 5 പേര് 6 പേര് 8 പേരൊക്കെ കാണും. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ജോലിയുടെ അവസ്ഥ. ഇതിനു വേണ്ട പിള്ളേരെ ഇങ്ങോട്ട് തള്ളിക്കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തോട്ടും
ഈ വരുന്ന പിള്ളേർക്ക് എല്ലാവർക്കും ജോലി കിട്ടണമെന്നില്ല. അതിനുള്ള ജോലിയൊന്നും എല്ലാവർക്കും ക്വാളിഫൈഡ് മീൻസ് വന്നിറങ്ങുമ്പോൾ തന്നെ കനേഡിയൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ആർക്കാണ് എന്ത് വൈറ്റ് കോളർ ജോലിയോട് കിട്ടാൻ പോകുന്നത്? അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തോടും എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുമുട്ട്, ചെറിയ പിസ്സ ഡെലിവറി അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റിൻ്റെ പുറകിൽ പാത്രം കഴുകൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയൊക്കെ നമുക്ക് അറിയാമല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് പോലും ഇടിയായി. എന്ന് പറയുമ്പോഴത്തേക്കും എവിടെ ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും ഒരു പ്രസ്ഥാനം, ഇപ്പോൾ ഒരു ചെറിയ സ്റ്റേഷനറി കടയിൽ ഒരു സാധനം എടുത്ത് കൊടുക്കാനായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞൊരു പരസ്യം കാണുമ്പോഴത്തേക്കും അവിടെ 15, 20, 30, 100 പിള്ളേർ പുറത്ത് ക്യൂ ആണ് ഈ റെസ്യൂം ഈ നമ്മുടെ ബയോഡേറ്റയും പിടിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ തൊലി കണ്ടാൽ തന്നെ അറിയാലോ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരാണെന്നുള്ളത്. അതിനകത്തൊരു 100 പേരുണ്ടെങ്കിൽ ഒരു 80 തലക്കെട്ടുകാരുണ്ടാവും, ഒരു 5 ഗുജറാത്തി ഉണ്ടാവും, ഒരു 2 മലയാളി ഉണ്ടാവും, ഒരു തമിഴ് ഉണ്ടാവും, ഒരു ശ്രീലങ്കക്കാരൻ ഉണ്ടാവും. ഇതൊക്കെയാണ് അവസ്ഥ. ചൈനക്കാരധികം കാണാറില്ല. അമ്മമാർക്ക് അതിൻ്റെ സെറ്റപ്പ് അറിയാം ഇത് എങ്ങനെ പ്ലേ ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും പബ്ലിക്കായിട്ട് ഈ ഇൻഫ്ലക്സ് പുറത്തോട്ട്, നേരത്തെ പിള്ളേരുണ്ടെങ്കിലും പിള്ളേർ ആ ഒരു സിസ്റ്റത്തിൻ്റെ കൂടെ അങ്ങ് പോയിക്കൊണ്ടിരുന്നതാണ്, ഒരുപാട് പേരില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് പേരെ അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തോട്ടും ഈ പറയുന്ന എല്ലായിടത്തും ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇവിടെയുള്ള കനേഡിയൻസിന് ഇവർ എവിടെ തിരിഞ്ഞാലും ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു, ജോലിക്ക് വേണ്ടി നടക്കുന്നു, റെസ്യൂമിക്ക് വേണ്ടി നടക്കുന്നു, ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ സർവീസിന് വേണ്ടി വരുന്നു, അതായത് പേഷ്യൻസ് ആയിട്ട് വരുന്നു, എവിടെ ചെന്നാലും ഇവരൊക്കെ തന്നെ എന്നൊരു അവസ്ഥയായി. അവരൊരു ആപ്ലിക്കേഷൻ ജോലിക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടാത്തൊരവസ്ഥ വരുന്നു. ഹോസ്പിറ്റലുകളിൽ പറയുന്ന പോലെ വെയിറ്റിംഗ് ടൈം കൂടുന്നു, കാരണം ഒരുപാട് ആളുകളാവുന്നു. അതിൽ പുതിയതായി വരുന്ന ഇമിഗ്രൻസും ഉണ്ട്, സ്റ്റുഡൻസിൽ പരിധിവരെ ഉണ്ട്. ആശുപത്രിയിൽ പോകാണ്ടിരിക്കാൻ പറ്റുമോ സോം വന്നു കഴിഞ്ഞാൽ? ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഇതിനോടൊരു വല്ലാത്തൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റി പുറത്തേക്ക് വന്നു തുടങ്ങി. പണ്ടോട്ടേ ആൾക്കാരെ കാണാൻ പാടില്ല, പക്ഷേ ഇപ്പോൾ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ടും അവർ പബ്ലിക്കായിട്ടും കാണിച്ചു തുടങ്ങി. പല യൂട്യൂബ് ചാനലുകൾ, ഇവിടെയുള്ള കുറേ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞങ്ങൾ വെളുത്തവർ, ഞങ്ങൾക്ക് മാത്രം മതി ഇവിടെ ഉള്ളത്, ഇവിടുത്തെ മഞ്ഞിൻ്റെ കളർ വെളുപ്പാണ്, അതുകൊണ്ട് ഞങ്ങളും വെളുപ്പാണ്, ഞങ്ങൾ മാത്രം ഇവിടെ മഞ്ഞിൽ കിടന്നുണ്ടാവാൻ നിങ്ങൾ പൊക്കോന്നുള്ളൊരു കൺസെപ്റ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവന്മാരൊക്കെ പബ്ലിക്കായിട്ട് ഇറങ്ങി തുടങ്ങി. ഒരു മൈക്കും പിടിച്ച് യൂട്യൂബും ചാനലും പരിപാടിയൊക്കെ ആയിട്ട് ട്രൂ നോർത്ത് എന്നൊക്കെ പറഞ്ഞൊരുത്തുണ്ട്. ട്രൂ നോർത്ത് അത് ചാനലൊക്കെ കണ്ടറിയാം. നമ്മുടെ ആൾക്കാരെയൊക്കെ ഇട്ട് കടിച്ച് കീറി കൊല്ലണേ നടന്നിട്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളവന്മാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങി, ഗവൺമെൻറ്റിലോട്ട് പ്രഷറൈസ് ആയി വന്നു തുടങ്ങി. ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയ, ഇവിടുത്തെ ജനങ്ങളൊക്കെ പുറത്തേക്ക് പബ്ലിക്കലി കൺസേണുകൾ ഇറക്കി തുടങ്ങിയാൽ അത് അവരുടെ MLA അടുത്ത് പോവും, അവരുടെ MP അടുത്ത് പോവും. അവരെല്ലാം അക്കൗണ്ടബിൾ ആണ്. ഇതിന് ചോദ്യങ്ങൾ വന്നിരുന്നെങ്കിൽ അവർക്ക് ആൻസർ പറയണം. പാർലമെന്റിൽ വരെ ചോദ്യങ്ങൾ ചെല്ലും. നമ്മുടെ നാട്ടിലെ പോലെ ഞങ്ങൾ വാക്കൗട്ട് ചെയ്യണം. പ്രതിപക്ഷം ഈ സംഭവം കൊണ്ടുവന്നു, ഞങ്ങൾ വാക്കൗട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ഇറങ്ങിപ്പോണു, മറ്റേ ഭരണപക്ഷം ഇറങ്ങിപ്പോണു, എല്ലാവരും ഇറങ്ങിപ്പോണു, ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിട്ട് എന്ത് കാര്യം? അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഓരോ പൊളിറ്റീഷ്യനും ഒരു പരിധിവരെ അക്കൗണ്ടബിൾ ആയതുകൊണ്ട് അവർക്ക് ഇതിന് മറുപടി പറഞ്ഞേ തീരുള്ളൂ. അവർ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ 5 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. 5 കൊല്ലം കഴിയാറാകുമ്പോഴത്തേക്കും 4ാമത്തെ കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഗിമ്മിക്ക് ഇട്ടിട്ട് പുകപ്പടലും ഇട്ടിട്ട് നമുക്ക് സ്ത്രീ സമത്വം, സ്ത്രീ ശാക്തീകരണമൊക്കെ എടുത്തിടാം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മറന്നു പോയിക്കോളും, റേഷൻ കടയിൽ അരിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലല്ല ഇവിടെ. ഇവർ 1ാമത്തെ വർഷം തൊട്ട് 5ാമത്തെ വർഷം വരെ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അക്കൗണ്ടബിൾ ആണ്. ആൾക്കാരൊന്നും മറന്നു പോകണവരല്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളൊക്കെ പാർലമെന്റിലും കാര്യങ്ങൾക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഇമിഗ്രേഷൻ മിനിസ്റ്റർ പാർലമെന്റിൽ ഓരോ റിഫോമുകൾ അവതരിപ്പിച്ചു തുടങ്ങി. ഞങ്ങൾ ഇത് ചെയ്യുന്നു, ഞങ്ങൾ അത് ചെയ്യുന്നു, ഞങ്ങൾ സ്റ്റുഡൻസിന്റെ എണ്ണം കുറയ്ക്കുകയാണ്, ഇമിഗ്രൻസിന്റെ എണ്ണം കുറയ്ക്കുകയാണ്, പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് ഞങ്ങൾ ഇനി കൊടുക്കില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ഈ വർഷം ലാസ്റ്റ് ഇലക്ഷൻ വരിക. അതോടുകൂടിയായപ്പോഴത്തേക്കും കുറച്ചുകൂടി എന്താ പറയുക, ചൂട് പിടിച്ച കാര്യങ്ങളല്ല. ട്രൂഡോ എന്നുള്ള ഈ മരം ഒടിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോഴത്തോട്ടും ഈ പറയുന്ന എല്ലാ ഒരുമാതിരിപ്പെട്ട ഹൗസിംഗ് സെക്ടർ, ഹെൽത്ത് കെയറിന്റെ, അതേപോലെ തന്നെ എക്കണോമി പിന്നെ ട്രൂഡോന്റെ മാത്രം കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല. കാരണം എക്കണോമി ഇപ്പോൾ കോവിഡിന് ശേഷം എല്ലാ സ്ഥലത്തും ഒന്ന് ബൂസ്റ്റായി വരുന്നേ ഉള്ളൂ. എന്നാലും ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഒന്ന് ലെവലായി വരുന്നുണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷനൊക്കെ താഴത്തോട്ട് വന്നു തുടങ്ങി. അറൗണ്ട് 2% താഴെയാണ് ഇപ്പോഴത്തെ. അപ്പോൾ പക്ഷേ ഇമിഗ്രേഷൻ അവിടെ ഏറ്റവും വലിയ പ്രശ്നമായത്. ഇമിഗ്രേഷൻ അളവിൽ കവിഞ്ഞ ആൾക്കാരെ വാരി വലിച്ചു കൊണ്ടുവന്നത്. ഇനി അയാൾ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരമില്ല നമ്മുടെ പാഴമരം, പുള്ളി ഇതിനെ കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ കൊണ്ടുവരുന്ന ഈ റെഫ്യൂജിയിലായിട്ട് കൊണ്ടുവരുന്നവർക്ക് എല്ലാം തന്നെ 3-4 വർഷം കഴിയുമ്പോഴത്തേക്കും അവർക്ക് വോട്ട് കിട്ടും, വോട്ടവകാശം കിട്ടും. അപ്പോൾ വോട്ടവകാശം കിട്ടുമ്പോൾ ഇവർ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. ഇവർ കൊണ്ടുവരുന്ന ആൾക്കാരാകുമ്പോൾ ഇവർക്ക് വേണ്ടപ്പെട്ട ഇവരുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെയാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നാളെ വോട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യുള്ളൂ എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പഞ്ചവത്സര പദ്ധതിക്ക് ഇപ്പോഴേ ഒരു FD ആയിട്ട് അങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഈ കൊണ്ടുവരുന്ന റെഫ്യൂജികൾ ഒരു പരിധിവരെ. അങ്ങനെയാണ് 2ാമത്തെ പ്രാവശ്യം ഒരു ഭരണത്തിൽ കയറിയത്. എന്തായാലും 9 വർഷം കഴിഞ്ഞ് പുള്ളി ഇറങ്ങി പോകുമ്പോഴത്തേക്കും കാനഡയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇമിഗ്രേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 90% ഇനി വരാൻ പോകുന്ന വെച്ചാൽ പിയറി പൊലിയാവർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുണ്ട്. കൺസർവേറ്റീവ് ആണ്, നല്ല രീതിയിൽ പ്രസംഗമൊക്കെ പറയുന്ന ഒരു ടീമാണ്. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയാം. കാരണം ഈ തൊമ്മൻ വന്നു കഴിയുമ്പോഴത്തേക്കും വരാൻ പോകുന്ന സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രൂട്ടനൈസിങ് ആയിരിക്കും വരാൻ പോകുന്നത് ഇനി ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ. കാരണം ഓവർഫ്ലോ ആയി കിടക്കുന്ന സാധനം ഇനി ഒന്ന് റീസെറ്റ് ചെയ്തിട്ട് റീചാർജ് ചെയ്ത് ഒന്ന് റെസ്യൂം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പുള്ളി ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വരും ഉറപ്പാണ്. കാരണം ഈ ഫെഡറൽ ഇലക്ഷൻ സെപ്റ്റംബർ ഒക്ടോബർ മറ്റാണ്. അത് കഴിയുമ്പോഴത്തേക്കും പുള്ളി ഇപ്പോൾ ട്രംപ് പറഞ്ഞല്ലോ, ട്രംപ് ഫെബ്രുവരിയിൽ ഓഫീസിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ചെയ്യാൻ പോകണം എന്താ കാര്യം എന്നുള്ളത്, ഇല്ലീഗലായിട്ട് എല്ലാത്തിനും അടിച്ച് പുറത്താക്കും, അതൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇയാളങ്ങനെ പബ്ലിക്കായിട്ട് പറയുന്നില്ലെങ്കിലും പുള്ളി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ്.
അപ്പോൾ ഒരു ഇമിഗ്രേഷൻ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ, അതായത് സ്കിൽഡ് ഇമിഗ്രൻസിൻ്റെ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇനി വരുന്ന വർഷങ്ങൾ എന്തായാലും ഇനി വരുന്ന വർഷങ്ങൾ വളരെ വെൽക്കമിങ് ആയിരിക്കില്ല. ഇനി വരാൻ പോകുന്ന തേക്കാണോ ഈട്ടിയാണോ പ്ലാവാണോ വാഴയാണോ എന്നുള്ളത് അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് അറിയാം. പക്ഷേ വാക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതാണ്. ഇനി ഇങ്ങോട്ടുള്ള വരവ് നല്ല കഷ്ടപ്പാടായിരിക്കും വരാനായിട്ട്. പിന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടോയെന്ന് വെച്ചെങ്കിൽ അന്ന് നിന്ന് ഞാൻ പറയും, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താണ് പറയുക, നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾക്ക് കരിയർ ഗ്രോത്തിനും എല്ലാ കാര്യത്തിനും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും എന്തും ആവാവുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. പക്ഷേ വന്ന് കിട്ടാൻ ഇപ്പോൾ പാടാണ്. ആദ്യത്തെ കുറച്ച് ആളുകൾ സ്ട്രഗിൾ ഉണ്ടാവും. അതിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല, പഴയ വീഡിയോസിലുണ്ട് ആദ്യത്തെ സ്ട്രഗിൾ എന്താണെന്നുള്ളതൊക്കെ. എന്തായാലും ട്രൂഡോവിൻ്റെ ഒരു യുഗം അവസാനിക്കുമ്പോൾ കാനഡയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഓവർഫ്ലോ ആയി നിൽക്കുന്ന മാസ് ഇമിഗ്രേഷൻ്റെ പുറത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാനഡ. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത്, ഇനി എന്ത് ചെയ്യും എന്നുള്ളത് ഇനിയുള്ള 1-2 വർഷങ്ങൾ കൊണ്ട് നമുക്ക് കാണാം. അപ്പോൾ കാത്തിരുന്ന് കാണാം. അപ്പോൾ ബൈ ബൈ ട്രൂഡു എന്ന് പറയുന്നു. പുള്ളി പോയി. ഇനി നമുക്ക് നാളേക്ക് ഫോക്കസ് ചെയ്യാം. ബൈ ബൈ.